അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ KV 10th E. ഞാൻ ഗോകില കൃഷ്ണൻ 8th D. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. ഇന്നത്തെ എപ്പിസോഡ് ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയയായ ഗായിക B. വസന്തയെ കുറിച്ചുള്ളതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ അവർ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ, പ്രേമ തപസിരുന്നവൾ. അവരുടെ ശബ്ദത്തിന്റെ മാധുര്യവും വ്യക്തമായ ഉച്ചാരണവും കൊണ്ട് 1960-70 കാലഘട്ടത്തിലെ സംഗീത ലോകത്തിൽ അവർ ശ്രദ്ധേയ സ്ഥാനം കരസ്ഥമാക്കി. വസന്ത സന്ധ്യകൾ വിളിച്ചതും ശിശിര രജനികൾ തിരിച്ചതും, ഋതുക്കൾ വന്നതും ഋതുക്കൾ പോയതും അറിഞ്ഞതില്ല ഞാനിതുവരെ, അറിഞ്ഞതില്ല ഞാനിതുവരെ. 1944 മാർച്ച് 20-നാണ് B. വസന്ത ജനിച്ചത്. ജീവലോചനേ രാധികേ, ഹരിചന്ദന കുറി വരത്തില്ല, കാലിൽ നവരത്നനൂപുരം ധരിച്ചില്ല, ഹരിചന്ദന കുറി വരത്തില്ല, കാലിൽ നവരത്നനൂപുരം ധരിച്ചില്ല, കാലിൽ ധരിച്ചില്ല. ബാല്യകാലം മുതൽ തന്നെ സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന അവർ കർണാടക സംഗീതത്തിൽ പരിശീലനം നേടി. ചന്ദനം പൂക്കുന്ന ദിക്കിൽ വീട്ടിലെ സംഗീതപരമായ അന്തരീക്ഷം അവരുടെ സംഗീത പ്രതിഭ വളരാൻ സഹായിച്ചു. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. സംഗീതവാസന ജന്മസിദ്ധമായിരുന്നു വസന്തയ്ക്ക്. സംഗീതജ്ഞൻ രാഘവാചാരിയിൽ നിന്ന് ശാസ്ത്രീയ സംഗീതവും അച്ഛൻ രവീന്ദ്രനാഥിൽ നിന്ന് ലളിത സംഗീതവും അഭ്യസിച്ചു. 1962 കവിയായ ആത്രേയ നിർമ്മിച്ച വാഗ്ദാനം എന്ന തെലുങ്ക് ചിത്രത്തിൽ പാണ്ഡ്യാല നാഗേശ്വര റാവുവിന്റെ സംഗീതത്തിൽ പാടി. ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഒരു ഹിന്ദി ചിത്രത്തിലുമായി 3000-ലേറെ ഗാനങ്ങൾ ആലപിച്ചു. ചിലപ്പതികാരത്തിൻ ചിലമ്പൊലി മുഴങ്ങിയ തൃക്കണാമതിലകത്തും, ചിലപ്പതികാരത്തിൻ ചിലമ്പൊലി മുഴങ്ങിയ തൃക്കണാമതിലകത്തും, തിരുവഞ്ചിക്കുളത്തും ചേരമാൻ പറമ്പിലും തിരിവെച്ചു വലം വെച്ചു വാ മനസ്സേ തിരുവാതിരയാടിവാ. ആദ്യകാല സംഗീത സംവിധായകർ മുതൽ സലീൽ ചൗധരി, R. K. ശേഖർ, KJ ജോയ്, ശങ്കർ ഗണേഷ്, ശ്യാം,
എന്നിങ്ങനെ അവർ സജീവമായിരുന്ന കാലഘട്ടത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ബി വസന്ത പാടിയിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾ കൂടാതെ അവർ പാടിയ ആകാശവാണി ലളിതഗാനങ്ങളും ഓണപ്പാട്ടുകളും ഭക്തിഗാനങ്ങളുമൊക്കെ ആസ്വാദക മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ളവയാണ്. യുഗ്മഗാന ശാഖയിൽ ബി വസന്ത സൃഷ്ടിച്ച നാദമാധുരി ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്നും കാതിന് തേന്മഴയാണ്. കാന്തിയിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ കർപ്പൂര ദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ ദീപാരാധന നേരത്തു നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ ദീപാരാധന നേരത്തു നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ വസന്തയുടെ ശ്രദ്ധേയ ഹിറ്റുകൾ അധികവും ഡ്യുവറ്റ്സ് ആയിരുന്നു. ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ എന്നീ ആദ്യകാല ഗായകർ മുതൽ ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ വരെയുള്ള അക്കാലത്തെ യുവഗായകർക്കൊപ്പവും പാടിയിട്ടുള്ള വസന്തയുടെ യേശുദാസിനൊപ്പമുള്ള പാട്ടുകൾ അക്കാലത്തെ യുഗ്മ വസന്തമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രമേൽ ഹൃദ്യവും ജനകീയവുമായിരുന്നു ആ പാട്ടുകൾ. പുതിയൊരു പൂതിരുകും പൂവണിയിച്ചിട്ടെന്തു ചെയ്യും പുഞ്ചിരി മുത്തു കവർന്നെടുക്കും മുത്തു കവർന്നിട്ടെന്തു ചെയ്യും മുദ്രമോതിരം തീർപ്പിക്കും മോതിരം തീർത്തിട്ടെന്തു ചെയ്യും മോഹിച്ച പെണ്ണിന്റെ വിരലിലിടും ചന്ദനോദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത സംഗീത അധ്യാപിക പി സുനന്ദ ടീച്ചറാണ്. ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാശംസകൾ. സിനിമാ ഗാനങ്ങളുടെ വസന്തകാലമെന്ന് പഴയ തലമുറ വിശേഷിപ്പിച്ചു വരുന്ന 1960കളിലും 70കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഗായികയാണ് ബി വസന്ത. ആന്ധ്രയിലാണ് ഇവരുടെ ജനനം. ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദി, ബംഗാളി ഭാഷകളിലുമായി 3000-ലധികം ഗാനങ്ങൾ പാടിയ ഇവർ ഇപ്പോൾ ചെന്നൈയിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്നു. വിവിധ ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങൾ മൊഴിമാറ്റം നടത്തി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ
പുകഴേന്തിയാണ് 1966 ബി വസന്തയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. മുതലാളി എന്ന സിനിമയിൽ മലയാളികൾ ആ ഗായികയെ ഇരു കൈനീട്ടി നെഞ്ചോട് ചേർത്തു. സോളോ ഗാനങ്ങളെക്കാൾ യുഗ്മഗാനങ്ങളായിരുന്നു എക്കാലത്തെയും ബി വസന്തയുടെ സൂപ്പർ ഹിറ്റുകൾ. ജ്വാലയിലെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും, അതുപോലെ അനാർക്കലിയിലെ നദികളിൽ സുന്ദരിയമുന, പേൾ വ്യൂവിലെ യവന സുന്ദരി സ്വീകരിക്കുകി തുടങ്ങിയ നിരവധി യുഗ്മഗാനങ്ങൾ മലയാളികളുടെ ചുണ്ടിൽ ഇന്നും തത്തിക്കളിക്കുന്നു. തമിഴ്നാട് സർക്കാരിൻ്റെയും തെലുങ്കാന സർക്കാരിൻ്റെയും ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മധുരഗാനങ്ങൾ സമ്മാനിച്ച ആ അനശ്വര സംഗീത പ്രതിഭയ്ക്ക് ഗാനവസന്തത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് കൂട്ടുകുടുംബത്തിലെ മേലെ മാനത്തെ എന്ന പാട്ട് ഞാനിവിടെ പാടുകയാണ്. പെണ്ണിനു താമര പൂണാരം പയ്യനു ചുണ്ടത്ത് പുന്നാരം നീലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മിഞ്ഞൊരു നാല് കെട്ട് മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മിഞ്ഞൊരു നാലു കെട്ട് പൊക്കിളിപ്പൂവരെ ഞാനു കിടക്കുന്ന പുത്തൻ പവൻ പൊക്കിളിപ്പൂവരെ ഞാനു കിടക്കുന്ന പുത്തൻ പവൻ മാല തീർത്തു പെണ്ണിനു പുത്തൻ പവൻ മാല തീർത്തു അത്തം പത്തിനു പൊന്നോണം അന്നു വെളുപ്പിനു കല്യാണം മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്
ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.